ഫിസിക്സ് ഫോർ യു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി. ഹയർ സെക്കൻഡറി 2ാം വർഷ സയൻസ് വിദ്യാർത്ഥികളുടെ ഫിസിക്സ് പാഠപുസ്തകത്തിൽ 3ാമത്തെ ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. കഴിഞ്ഞ 2 ചാപ്റ്ററുകൾ, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന 2 ചാപ്റ്ററുകളിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ചാർജ് റെസ്റ്റിലായിരിക്കുമ്പോൾ ആ ചാർജിൻ്റെ ബിഹേവിയർ, ആ ചാർജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോസസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസൊക്കെയാണ് നിങ്ങൾ ഇത്രയും ഈ 2 ചാപ്റ്ററുകളിൽ നിങ്ങൾ നിലവിൽ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമ്മൾ ഈ 3ാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ ആ സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റ്, ആ സ്റ്റാറ്റിക് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് ആ ചാർജ് മൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് വരികയാണ്. അതായത് സ്റ്റാറ്റിക് സ്റ്റേറ്റ് വിട്ട് ചാർജ് ഒരു മൂവിങ് ചാർജായിട്ട് മാറുമ്പോൾ ആ മൂവിങ് ബിഹേവിയറിൽ ചാർജിൽ എന്തൊക്കെ കാര്യങ്ങൾ, ചാർജിൻ്റെ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ചാർജുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പുതിയ പ്രോസസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക. യഥാർത്ഥത്തിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ബ്രാഞ്ച് ഫിസിക്സിലെ മൂവിങ് ചാർജിനെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന. ജസ്റ്റ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ളത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the motion of charges through a conductor. Okay, flow of charges or movement of charges from one point to another through a conductor explain ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചാർജിൻ്റെ മൂവ്മെൻറ്റിന് വളരെ നിർണായകമായ സ്വാധീനമുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വളരെ വിശദമായി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, അപ്പോൾ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വാല്യൂ എങ്ങനെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു ചാർജിൻ്റെ മൂവ്മെൻറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു ചാർജിൻ്റെ മൂവ്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഒന്ന് റിവൈസ് ചെയ്യാന്ന്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ചാർജ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചാർജിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചാർജിനെ പരിഗണിക്കുകയാണ്, ഒരു പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ. ഓക്കെ, അപ്പോൾ അറിയാം ഒരു പോസിറ്റീവ് ചാർജ് ഈ ഒരു പോയിൻ്റിലുണ്ട്. ഇതിന് ഞാനൊരു സോഴ്സ് ചാർജ് എന്ന് വിളിക്കുന്നു. ഇതിന് ചുറ്റും ഈ ചാർജിൻ്റെ ഫീൽഡ് ഉള്ളതാണ്. അപ്പോൾ അറിയാം ഒരു സ്പെറിക്കലായിട്ടുള്ളൊരു ഫീൽഡ് ഇതിന് ചുറ്റുമുണ്ട്. ആ ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ വേറൊരു ചാർജ് വന്നു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദ കോൺഫിഗറേഷൻ, അതായത് ഈ ചാർജ് പോസിറ്റീവാണ്, വേറൊരു പോസിറ്റീവ് എന്നാൽ അവർ റിപ്പൽ ചെയ്യും, വരുന്നത് നെഗറ്റീവാണെങ്കിൽ അതെന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് ഈ ചാർജിൻ്റെ സ്ട്രെങ്ത്തിനെ നിർണ്ണയിക്കുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ്, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് സറൗണ്ടിങ് ആയിട്ടുള്ള സ്പേസിലേക്കെല്ലാം ഫീൽഡ് ലൈൻസ്, ഒരു ഇമാജിനറി ആയിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഫീൽഡ് ലൈൻസ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമുക്ക് ആ ഫീൽഡ് ലൈൻസിനെ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡയറക്ഷനിലേക്ക് ഫീൽഡ് ലൈൻസ് കാണിച്ചു. എല്ലാ ഭാഗത്തോട്ടും പോകുന്നുണ്ട്, 3 ഡയമെൻഷനിലായിട്ട് എല്ലാ ഡയമെൻഷനിലേക്കും എന്തുണ്ട്, ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 1-2 കാണിക്കാം. അപ്പോൾ ഞാനൊരു ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് കാണിച്ചു. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ടുവേർഡ്സ് റേഡിയലി ഔട്ട്വേർഡ്. ഓക്കെ, ദെൻ ഈ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡിലുള്ള ഒരു പോയിൻ്റ് ഞാനിവിടെ പരിഗണിക്കുന്നു. ദാറ്റ് ഈസ് പോയിൻ്റ് പി. ഓക്കെ, ദെൻ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലത്തിൽ കുറച്ച് ചാർജുകൾ ഇവിടെയുണ്ട്. ഇതിനെ ഞാൻ ടെസ്റ്റ് ചാർജ് എന്നാണ് വിളിക്കുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ ഫീൽഡ് ഇൻറ്റൻസിറ്റിയോ പൊട്ടൻഷ്യലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതിന് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കാം. ഇതാണ് നമ്മുടെ സോഴ്സ്. ഇതിൻ്റെ ഫീൽഡ് ഓർ പൊട്ടൻഷ്യലൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ദെൻ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലത്തിൽ കുറച്ച് ടെസ്റ്റ് ചാർജുകളുണ്ട്. ഈ ചാർജിൻ്റെ ഫീൽഡിലുള്ളൊരു പോയിൻ്റ് പിയിലേക്ക് ഞാൻ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലത്തിൽ നിന്ന്
ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ചാർജിനെ ഇങ്ങ് പൊന്തിച്ചു, ഇങ്ങനെ കൊണ്ടുവന്ന് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കാം, ഈ ഒരു സോഴ്സ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വരുമ്പോൾ എപ്പോൾ ഫീൽഡിൽ എൻ്റർ ചെയ്യുന്നു, അപ്പോൾ ഇതിന് ഫീൽഡിൻ്റെ വാല്യൂ ഇങ്ങനെ ഇങ്ങോട്ടും പോകുന്നതനുസരിച്ച് കുറയും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് എത്തുമ്പോഴേക്കും ഇയാൾ റിപ്പൽ ചെയ്ത് തുടങ്ങും. ആ റിപ്പൽഷൻ ഓവർകം ചെയ്ത് നമ്മൾ ഈ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പൽഷൻ മറികടക്കാൻ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് ഈ ചാർജിനെ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതിന് പെർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം. നമ്മൾ എനർജി ചിലവഴിച്ചുകൊണ്ടാണ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നൊരു ടെസ്റ്റ് ചാർജിനെ ഈ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, എങ്കിൽ എത്ര എമൗണ്ട് ഓഫ് എനർജി ചിലവഴിക്കുന്നു എന്നുള്ളത് വർക്ക് ഡൺ ഫ്രം ഇൻഫിനിറ്റി ടു പി എന്ന് ഞാൻ പരിഗണിക്കുന്നു. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് പിയിലേക്ക് ഈ ചാർജിൻ്റെ ഫീൽഡിലേക്ക് ഈ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ ടോട്ടൽ വർക്ക് ഡൺ വാല്യൂ ആണ് വർക്ക് ഡൺ ഡബ്ല്യു ഇൻഫിനിറ്റി ടു പി. ഓക്കെ, ഇനി ഈ ഒരു ടെസ്റ്റ് ചാർജ് എത്രയോ കൂളം ചാർജാണ്. ഓക്കെ, അതിൽ പെർ യൂണിറ്റ് കൂളം, ഒരു കൂളം ചാർജിനെ കൊണ്ടുവരുവാൻ എത്ര എമൗണ്ട് വർക്ക് ഡൺ വേണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ വയ്ക്കാം. ഇത് ടോട്ടൽ വർക്ക് ഡൺ. ഓക്കെ, ഇത് ഒരു 5 കൂളം ചാർജ് ഉണ്ട്. അതിനുവേണ്ടി മൊത്തം വർക്ക് ചെയ്തത് 10 ജൂൾ ഓഫ് വർക്ക് ആണെങ്കിൽ പെർ യൂണിറ്റ് ചാർജിലേക്ക് എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാം. അതായത് 5 കൂളത്തിനാണ് 10 ജൂൾ എങ്കിൽ ഒരു കൂളം ചാർജിന് വേണ്ടി എത്ര എമൗണ്ട് ഓഫ് വർക്ക് ഡൺ വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. W ഫ്രം ഇൻഫിനിറ്റി ടു പി ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെസ്റ്റ് ചാർജ്. ഈ വാല്യൂവിനെ നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിലെ ഈ സോഴ്സ് ചാർജിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് ദിസ് സോഴ്സ് ചാർജ് അറ്റ് ദിസ് പോയിൻ്റ് പി കണ്ടുപിടിക്കാം. വി പി, പൊട്ടൻഷ്യലിൻ്റെ സിമ്പൽ വി ആണ്. പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് ഉദ്ദേശിച്ച് വി പി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇൻഫിനിറ്റി ടു പി ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് എ ചാർജ് അറ്റ് എ പോയിൻ്റ് മീൻസ് the amount of work done required for moving unit test charge from infinity to that point. അപ്പോൾ ഒരു പോയിന്റിലെ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ ആ പോയിന്റിലേക്ക് ഇൻഫിനിറ്റ് ദൂരത്തിൽ നിന്നും ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ വാല്യൂ ആണെന്ത്, ആ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഈ ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് യൂണിറ്റ് ചാർജ് ആകണമെന്നില്ല. 2 കൂളോ 3 കൂളോ എത്രയോ കൂളം മാഗ്നിറ്റ്യൂഡ് ആകാം. ഓക്കെ, നമുക്ക് ഒരു കൂളം ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആകെ എത്ര വർക്ക് ചെയ്തു ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് പി. അപ്പോൾ ഇവിടുന്ന് ഫോഴ്സ് കൊടുത്തിട്ട് ഈ പെർട്ടിക്കുലർ ദൂരം നമ്മളിതിനെ മൂവ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു. ദെൻ ആ എക്സ്റ്റേണൽ വർക്ക് ഡൺ ടോട്ടലാണ് വർക്ക് ഡൺ ഫ്രം ഇൻഫിനിറ്റി ടു പി ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെസ്റ്റ് ചാർജ് എടുത്താൽ നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിൻ്റ് പി കിട്ടി. ക്ലിയർ അല്ലേ? ഇനി അതേ സോഴ്സ് ചാർജിൻ്റെ ഫീൽഡിലുള്ള വേറൊരു പോയിൻ്റിന് ഞാനിവിടെ പരിഗണിക്കുന്നു. പോയിൻ്റ് എസ് എന്ന് എടുക്കാം. ഇതേ രീതിയിൽ ഈ എസ് എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാറുണ്ട്. എന്ത് ചെയ്യണം? ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് ടെസ്റ്റ് ചാർജിനെ എസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. വേണമെങ്കിൽ ഈ കൊണ്ടുവന്ന ടെസ്റ്റ് ചാർജിനെ തന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചാർജ് എവിടെ എത്തും? ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇയാൾ റിപ്പൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ റിപ്പൽ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യണം. കുറച്ചും കൂടി കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വർക്കിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ വാല്യൂ ഫ്രം ഇൻഫിനിറ്റി ടു എസ്. ദെൻ ഇത് ടോട്ടൽ വർക്ക് ഡൺ ആണ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിൻ്റ് എസ്. എങ്കിൽ ഒരു യൂണിറ്റ് ചാർജിലേക്ക് എത്ര എമൗണ്ട് ഓഫ് വർക്ക് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇൻഫിനിറ്റി ടു എസ് ഡിവൈഡ് ബൈ ക്യൂ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇൻഫിനിറ്റിയിൽ നിന്ന് പി വരെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു, റിപ്പൽസീവ് ഫോഴ്സ് മറികടന്നു, ടോട്ടൽ വർക്ക് ഇത്ര ഡിവൈഡ് ബൈ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെസ്റ്റ് ചാർജ് എടുത്താൽ
ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിൽ കൊടുത്ത വർക്ക് കിട്ടും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് പി. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി, റിപ്പൽഷൻ കൂടുതലാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ഫോഴ്സും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചാർജ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന് ഈ ഒരു എസ്സിലേക്ക് എത്തിക്കുമ്പോൾ റിപ്പൽഷൻ ഓവർകം ചെയ്യാൻ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സ്വാഭാവികമായിട്ടും എന്ത് കൂടുതലായിരിക്കും? വർക്ക് ഡൺ ഇൻഫിനിറ്റി ടു എസ് കൂടുതലാണ്. കൊണ്ടുവന്ന അതേ ടെസ്റ്റ് ചാർജ്, പക്ഷേ വർക്ക് കൂടി. സ്വാഭാവികമായിട്ടും വി എസിൻ്റെ വാല്യൂ ആരേക്കാൾ കൂടുതലായിരിക്കും? വി പി യേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എസ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, പൊട്ടൻഷ്യൽ അറ്റ് പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി പിയിൽ നിന്ന് എസ്സിലേക്ക്, അപ്പോൾ ഓൾറെഡി നമ്മുടെ ടെസ്റ്റ് ചാർജ് ഇവിടെ ഉണ്ട്, ഇൻഫിനിറ്റിയിലല്ല ഉള്ളത്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എസ് എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മൾ ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിയിൽ നിന്ന് എസ്സിലേക്ക് മൂവ് ചെയ്യിക്കുവാൻ പെർ യൂണിറ്റ് ചാർജിൽ എത്ര എമൗണ്ട് വർക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്ക് ഡൺ ഫ്രം പി ടു എസ്, ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടെസ്റ്റ് ചാർജ് കിട്ടും. ഈ വാല്യൂവിനെ നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. പൊട്ടൻഷ്യൽ അറ്റ് എസ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഓൾറെഡി ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക് ഒരു വർക്ക് ഡൺ വാല്യൂ ഉണ്ട്, ഇൻഫിനിറ്റിയിൽ നിന്ന് എസ്സിലേക്ക് ഒരു വർക്ക് ഡൺ വാല്യൂ ഉണ്ട്. ആ ഇൻഫിനിറ്റിയിൽ നിന്ന് എസ്സിലേക്കുള്ള വർക്ക് ഡൺ വാല്യൂ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്കുള്ള വർക്ക് ഡൺ വാല്യൂ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഓഫ് ടോട്ടൽ വർക്ക് ഡൺ വാല്യൂ ആണ് വർക്ക് ഡൺ ഫ്രം പി ടു എസ് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെസ്റ്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് വി എസ് കൂടുതലാണ് വി പി യേക്കാൾ, വി എസ് മൈനസ് വി പി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്റ്സിൻ്റെ വാല്യൂ ആണിത്. അപ്പോൾ രണ്ട് രീതിയിലാണ് പൊട്ടൻഷ്യൽ വാല്യൂ നമ്മളിവിടെ കിട്ടിയത്. ഒന്ന്, ഒരു സിംഗിൾ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ദ വർക്ക് ഡൺ ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിൻ്റ്. അതേപോലെ ഇവിടെ വർക്ക് ഡൺ ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിൻ്റ് പെർ യൂണിറ്റ് ചാർജ്. ദെൻ സെയിം ഫീൽഡിലുള്ള രണ്ട് പോയിൻറ്റുകൾക്കിടയിലാണ് ചാർജിനെ മൂവ് ചെയ്യിപ്പിച്ചതെങ്കിൽ വർക്ക് ഡൺ ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ്, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഈ പിക്കും എസിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് വാല്യൂ. അപ്പോൾ എപ്പോഴും പൊട്ടൻഷ്യലിൻ്റെ റിലേഷൻ എന്ത് തന്നെ? വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ജൂൾ പെർ കൂളം, ദാറ്റ് ഇസ് ഈക്വൽ ടു വോൾട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ റിവൈസ് ചെയ്യാൻ കാരണം, നമ്മളൊരു ചാർജിനെ, ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചാർജിനെ എസ് എന്ന് പറയുന്ന പോയിൻറ്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിനെ എക്സ്റ്റേണൽ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പോയിൻറ്റിൽ കൊണ്ടുവച്ചത്. അതിനെ അവിടെ ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് അവിടെ നിൽക്കുമോ? നിൽക്കില്ല. കാരണം എന്താ? ഇയാൾ ഇതിനിങ്ങോട്ട് റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷൻ കാരണം ഇയാൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എസ്സിലെ പൊട്ടൻഷ്യൽ പിയിലെ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായി ടെസ്റ്റ് ചാർജ് ഈ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് പൊട്ടൻഷ്യൽ കുറവുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി കാണിക്കുക. ഇപ്പോൾ എസ് എന്ന് പറയുന്ന പോയിൻറ്റിലേക്കുള്ള അതേപോലത്തെ ഒരു ദൂരം ഞാൻ ഇവിടെ എടുക്കാം, ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ. ഈ എസ്സിലും ആറിലും ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഒരിക്കലും ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഒരേ പൊട്ടൻഷ്യലുള്ള പോയിൻറ്റുകളിലേക്ക് മൂവ് ചെയ്യാൻ താല്പര്യപ്പെടില്ല, കൂടുതലുള്ള ഭാഗത്തേക്ക് പോകാനും താല്പര്യപ്പെടില്ല. എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് എന്ത് ചെയ്യുക? ചാർജ് മൂവ് ചെയ്യുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ, ഒരു ചാർജ് ഒരു പോയിൻറ്റിൽ നിന്ന് വേറൊരു പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു കണ്ടക്ടറിലൂടെ ഒരു ചാർജ് ഒരു പോയിൻറ്റിൽ നിന്ന് വേറൊരു പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യുള്ളൂ. രണ്ടും ഒരേ പൊട്ടൻഷ്യലിലാണ് കിടക്കുന്നതെങ്കിൽ, ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾ നമ്മൾ ഒരേ പൊട്ടൻഷ്യലിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ രണ്ട് എൻഡിലെയും ചാർജുകളെ സംബന്ധിച്ചിടത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, അവ എങ്ങോട്ടേക്കും മൂവ് ചെയ്യില്ല. അപ്പോൾ ഒരു പോയിൻറ്റിന് വേറൊരു പോയിൻറ്റിലേക്ക് ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ? അപ്പോൾ ഫ്ലോ ഓഫ് ചാർജസ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ റിക്വയർഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ? ചാർജ് ഒരു പോയിൻറ്റിൽ നിന്ന് വേറൊരു പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള രണ്ട് പോയിൻറ്റുകൾക്കിടയിൽ മാത്രമേ ചാർജ് മൂവ് ചെയ്യുകയുള്ളൂ. ദർ ഈസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് മീൻസ് ദ ടു പോയിൻറ്റ്സ് ആർ ഇൻ ദ സെയിം പൊട്ടൻഷ്യൽ. ദ ചാർജ് നെവർ മൂവ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ ബിക്കോസ് ദ ടു പോയിൻറ്റ്സ് ആർ ഇൻ സെയിം പൊട്ടൻഷ്യൽ. സെയിം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരേ ചാർജിൻ്റെ സെയിം ഫീൽഡിലാണെന്നുള്ള മീനിങ് അല്ലേ.
ഈ ചാർജിൻ്റെ പൊട്ടൻഷ്യലാണ് നമ്മൾ വി എസ്. വേറൊരു ചാർജിന് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പോയിൻ്റ് ഇത് രണ്ടും ഒരേ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിലാണ് കിടക്കുന്നത്. ഇതും 10 വോൾട്ടാണ്. ആ ചാർജ് തരുന്ന ഇവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 10 വോൾട്ട് ആണെങ്കിൽ ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വയറിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ചാർജ് അങ്ങോട്ടും പോലും അവിടെ നിന്ന് ഇങ്ങോട്ടും വരില്ല. കാരണം എന്താ? രണ്ടും ഒരേ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വാല്യൂവിലാണ് ഉള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ചാർജ് മൂവ് ചെയ്യുകയുള്ളൂ. നമ്മൾ പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പഠിക്കാൻ പോവുകയാണ്, ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന ക്വാണ്ടിറ്റി. പക്ഷേ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ പറ്റി ഒന്ന് റിവൈസ് ചെയ്യാൻ കാരണം ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ചാർജിൻ്റെ ഫ്ലോ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടൊന്ന് റിവൈസ് ചെയ്തതാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു ചാർജിൻ്റെ ഫ്ലോ നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു മെറ്റാലിക് വയറിനെ പരിഗണിക്കാം. ഒരു കോപ്പറിൻ്റെയോ ഏതെങ്കിലും അലൂമിനിയത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മെറ്റൽ വയർ. ഓക്കെ, മെറ്റൽ വയർ ഒരു കണ്ടക്ടറാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാം. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സ് ആണ്. ഇപ്പം മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രിക് കറണ്ടിനെയൊക്കെ ചാർജിനെയൊക്കെ മൂവ് ചെയ്യിക്കാൻ ഈ മെറ്റാലിക് മെറ്റീരിയൽസിൽ സാധിക്കും. ഓക്കെ, ദെൻ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി കണ്ടക്റ്റിംഗ് അല്ല, നോർമൽ സിറ്റുവേഷൻ, നോർമൽ ടെമ്പറേച്ചറിലൊക്കെ അതൊരു ഇൻസുലേറ്റർ ആയിരിക്കും, ഇലക്ട്രിക് ചാർജിനെ കടത്തിവിടില്ല. പക്ഷേ ചിലപ്പോൾ ടെമ്പറേച്ചർ റേസ് ചെയ്യുമ്പോൾ അത് ചാർജിൻ്റെ മൂവ്മെൻറ്റ് സാധ്യമാകുന്ന തരത്തിലേക്ക് അത് മാറും. അതുകൊണ്ടാണ് ഒരു സെമി കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സ്, പ്ലാസ്റ്റിക് പോലെയുള്ള മെറ്റീരിയൽസ് ഒരിക്കലും ചാർജിൻ്റെ ഫ്ലോ സാധ്യമാകാത്ത മെറ്റീരിയൽസാണ്. അത്തരത്തിലുള്ളതാണ് എന്ത്? ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഞാനിവിടെ ഒരു മെറ്റാലിക് വയറിനെ കൺസിഡർ ചെയ്തു. അതിൻ്റെ രണ്ട് എൻഡുകളാണ് എയും ബിയും. അപ്പോൾ ഓൾറെഡി ഈ ഒരു മെറ്റൽ വയറിൽ ഒരുപാട് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ വെറുതെ ഒന്നും ആ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒഴുകി പോവുകയില്ല, മൂവ് ചെയ്യപ്പെടുകയില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിക്വയർഡ് ഫോർ ദ മോഷൻ ഓഫ് ചാർജസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് എയും ബിയും വ്യത്യസ്ത പൊട്ടൻഷ്യലിലാണെങ്കിൽ അവിടെ ചാർജിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ചാർജ് ഫ്ലോയിലാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ആ ചാർജിൻ്റെ ഫ്ലോ നടക്കണമെങ്കിൽ അവിടെ ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുവാൻ, അതിലൂടെ ചാർജിൻ്റെ ഒഴുക്കുണ്ടാക്കുവാൻ അത്തരത്തിലുള്ള ഡിവൈസുകളാണ് സെല്ല്, ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിരിക്കും. ബാറ്ററി എന്ന് പറയുമ്പോൾ അതേപോലുള്ള കുറേ സെല്ലുകൾ ചേർന്ന ഒരു മൾട്ടിപ്പിൾ യൂണിറ്റിനെ നമ്മളെന്ത് വിളിക്കുക? ബാറ്ററി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകൾ വ്യത്യസ്ത ഇലക്ട്രിക് പൊട്ടൻഷ്യലിലാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചാർജ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ അത്തരത്തിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യുകയാണ്. ഇത് സെല്ലിൻ്റെ പോസിറ്റീവും ദെൻ ബി നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നീട്ടാം, സെല്ലിൻ്റെ നെഗറ്റീവ്. അപ്പോൾ ഈ വലിയ ലൈൻ പോസിറ്റീവ്, ചെറിയ ലൈൻ നെഗറ്റീവ്. നമ്മൾ സാധാരണ ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ 24 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, 3 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, 1.5 വോൾട്ട് ഇതൊക്കെ കാണാം. അപ്പോൾ എന്താണ് ഈ 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് എന്നൊക്കെ പറയുന്നത്? പൊട്ടൻഷ്യലാണ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ ഒരു പോസിറ്റീവ് പ്ലേറ്റിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് പ്ലേറ്റിലുള്ള പോസിറ്റീവ് ചാർജുകൾ 6 വോൾട്ട് പ്ലസ് 6 വോൾട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉള്ളവയാണ്. എന്ന് വെച്ചാൽ ഇതിനടുത്തോട്ട് വേറെ ചാർജ് വരുമ്പോൾ ആ ഒരു റിപ്പൾഷനോ അട്രാക്ഷനുള്ള ടെൻഡൻസി ആർക്കുണ്ട്? ഈ പോസിറ്റീവ് പ്ലേറ്റിലുള്ള ചാർജുകൾക്കുണ്ട്. അതായത് 6 വോൾട്ട് പ്ലസ് 6 വോൾട്ട് പൊട്ടൻഷ്യലിലാണ് ഇതിലെ ചാർജുകൾ ഉള്ളത്. അപ്പോൾ ചാർജ് വരുമ്പോഴേ അതിന് ചുറ്റും ഫീൽഡ് ഉണ്ടാവുള്ളൂ, അതിന് ചുറ്റും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവ് പ്ലേറ്റിൽ ചാർജ് ഉള്ളത് കൊണ്ട്, പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് അയാൾക്ക് പ്ലസ് 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഉണ്ട്. അതേപോലെ ഈ നെഗറ്റീവ് പ്ലേറ്റിലെ ഇലക്ട്രോൺസാണ്, ആ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് അവിടെ -6 വോൾട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം
കണ്ടാൽ മനസ്സിലായി, എയിൽ +6 വോൾട്ട് ഉണ്ട്, ബിയിൽ -6 വോൾട്ട് ഉണ്ട്. എങ്കിൽ ഈ രണ്ട് പോയ ടെർമിനലുകൾക്കിടയിൽ ഇടയിൽ നിന്നാണ് ഈ ഒരു ഗ്യാപ്പാണെന്നല്ല ഉദ്ദേശിക്കേണ്ടത്, ഈ രണ്ട് എൻഡുകൾ തമ്മിൽ പൊട്ടൻഷ്യലിൽ എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 6 - -6 ദാറ്റ്സ് ഈക്വൽ ടു 6 + 6 എത്ര വരും? 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ സെല്ല് ഈ കണ്ടക്റ്റിംഗ് വയറിൻ്റെ രണ്ട് എൻഡുകളിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്താൽ ആ രണ്ട് ടെർമിനൽ തമ്മിൽ 12 വോൾട്ടിൻ്റെ വ്യത്യാസം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട്. ക്ലിയർ? ഓരോ പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ എത്ര? 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ? ദെൻ അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ടെർമിനലിലെ ഇലക്ട്രോണുകൾക്ക് ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യപ്പെടാനുള്ള ഒരു അട്രാക്റ്റീവ് ടെൻഡൻസി വരും. അപ്പോൾ ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതേപോലെ ഈ പോസിറ്റീവ് പ്ലേറ്റിലുള്ള പോസിറ്റീവ് ചാർജുകളെല്ലാം എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ നെഗറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും. ക്ലിയർ? അതായത് നേരത്തെ ഇങ്ങനെ ഒരു സെല്ല് ഇവിടെ ഇല്ല എങ്കിൽ എയും ബിയും ഒരു മെറ്റൽ വയറിൻ്റെ രണ്ടറ്റം മാത്രം. ആ രണ്ടറ്റത്ത് ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണക്റ്റ് ചെയ്തപ്പോൾ ഈ വയറിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ചാർജ് ഒഴുക്ക് തുടങ്ങി. പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കും, നെഗറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് പോസിറ്റീവ് പ്ലേറ്റിലേക്കും മൂവ് ചെയ്യും. ഈ 2 എൻഡ് ഓഫ് മെറ്റാലിക് കണ്ടക്ടറിനെ അല്ലെ കണ്ടക്റ്റിംഗ് വയറിനെ ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഓർ സെൽ ഓർ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് ഫ്ലോ ചെയ്തു. അപ്പോൾ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പോസിറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വന്ന് വരുന്ന കറസ്പോണ്ടിങ്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇത് നമ്മളിപ്പോൾ 6 വോൾട്ടാന്ന് പറഞ്ഞു, -6. ഇത് +6 വോൾട്ടാന്ന് പറഞ്ഞു. 6 ചാർജേ ഉള്ളൂ എന്ന് വിചാരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഒരു ചാർജിന് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 6 പോസിറ്റീവ് ചാർജും ഉണ്ട്. ഓക്കെ, അപ്പോൾ 6 ഇലക്ട്രോണിന് ഇവിടെ -6 വോൾട്ട്, 6 പോസിറ്റീവ് ചാർജിന് ഇവിടെ +6 വോൾട്ട്. ഈ 6 ഇലക്ട്രോണുകൾ ഒരാളെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ -5 ആയി. അതേസമയം ഒരു പോസിറ്റീവ് കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചാർജ് ഇങ്ങോട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വാല്യൂ -5 വോൾട്ടാവും, ഇപ്പുറത്തെ ഇയാളുടെ വാല്യൂ എന്താവും? +5 വോൾട്ടാവും. അപ്പോൾ ചാർജ് ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്ലേറ്റിലെ പൊട്ടൻഷ്യൽ വാല്യൂ റെഡ്യൂസ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ അപ്പോൾ രണ്ടും കൂടി ഡിഫറൻസ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അടുത്തത് ഇപ്പോൾ +10 വോൾട്ടേ ഉണ്ടാവും. വീണ്ടും കുറയുമ്പോൾ +8 വോൾട്ടാവും, വീണ്ടും കുറഞ്ഞ് +6 വോൾട്ടാവും. അപ്പോൾ ചാർജിൻ്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. എത്ര വരെ? അപ് ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 0 വരെ. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിൽ സെല്ലില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു 0. സെല്ല് നമ്മൾ കൊടുത്തു എത്ര? 12 വോൾട്ട് സെല്ല് കൊടുത്തു. 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് ചാർജ് ഫ്ലോ ചെയ്തു. ആ ചാർജ് ഫ്ലോ ചെയ്യുന്നത് എത്ര കാലം തുടരും? അപ് ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ചാർജ് ഫ്ലോ ചെയ്യുന്നതനുസരിച്ച് ടെർമിനലിലെ പൊട്ടൻഷ്യൽ വാല്യൂ റെഡ്യൂസ് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വാല്യൂ കുറയും. എപ്പോൾ 0 ആവുന്നു? അപ്പോൾ ചാർജ് ഫ്ലോ അവിടെ സ്റ്റോപ്പായി. ക്ലിയർ? അപ്പോൾ ആ ചാർജ് ഫ്ലോയിൽ കറസ്പോണ്ടിങ് ആയിട്ട് മെറ്റാലിക് കണ്ടക്ടറിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്തു, അതിനെന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. എങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ രണ്ട് ടെർമിനലിനിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വേണ്ടി നമ്മൾ സെല്ല് പ്രൊവൈഡ് ചെയ്തു, ചാർജ് ഫ്ലോ ചെയ്തു. ഓക്കെ, അപ്പോൾ ചാർജ് ഫ്ലോ ചെയ്യുന്ന ഇത്തരത്തിലുള്ളൊരു സിലിണ്ടറിക്കലായിട്ടുള്ളൊരു വയറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനൊരു ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ട്, സർക്കുലർ ക്രോസ് സെക്ഷൻ. കട്ടി കൂടിയതാണ് കുറച്ചും കൂടി വലിയ സർക്കിളാവും, കട്ടി കുറയുന്നതനുസരിച്ച് സർക്കിളിൻ്റെ റേഡിയസ് കുറയും, ഏരിയ കുറയും. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലുള്ള കുറവുള്ളതായിക്കോട്ടെ, പെർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെയാണ് എന്ത് ഫ്ലോ ചെയ്ത്? ചാർജ് ഫ്ലോ ചെയ്തത്. എങ്കിലൊരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഒരു സെക്ഷൻ ഏരിയയിൽ ഒരു സെക്കൻഡിൽ എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ ഇതുവഴി 5 സെക്കൻഡ് കൊണ്ട് 20 കൂളം ഓഫ് ചാർജ് ഒഴുകി എന്ന് വിചാരിക്കുക. 5 സെക്കൻഡിൽ 20 കൂളം ഓഫ് ചാർജ്.
എങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര കൂളം ചാർജ് പോയി? 20 കൂളം ഡിവൈഡ് ബൈ 5 സെക്കൻഡ്, ദാറ്റ് ഈസ് 4 കൂളം പെർ സെക്കൻഡ്. ആ വാല്യൂ ആണെന്ത്? ആ ക്രോസ് സെക്ഷണൽ ഏരിയയിലെ ഇലക്ട്രിക് കറണ്ട്, ദാറ്റ് ഈസ് കറണ്ട് I is equal to total magnitude of charge divided by time. അപ്പോൾ the magnitude of electric current through any area of cross section is the magnitude of charge flows per unit time. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഒരു സെക്ഷൻ ഏരിയയിലൂടെ, കണ്ടക്ടറിൻ്റെ സെക്ഷൻ ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടോ, അതാണ് ആ സെക്ഷൻ ഏരിയയിൽ എന്ത്? ഇലക്ട്രിക് കറണ്ട്. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്നാൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഐ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഡിവൈഡ് ബൈ ടൈം. സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് electric charges through any cross section of a conductor is equal to current I. Current I is equal to നമുക്ക് എഴുതാം ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് Q ഡിവൈഡ് ബൈ T. ഇനിയിപ്പോൾ ഇലക്ട്രോൺ ആ ഫ്ലോ ചെയ്യുമെന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാമല്ലോ. n നമ്പർ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? Q എന്ന് പറയുന്നത് NE ഡിവൈഡ് ബൈ T എന്ന് മാറ്റി ചെയ്താൽ. ഓക്കെ, total current I is equal to total magnitude of charge divided by total time of flow. അപ്പോൾ കുറച്ച് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജുകളിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ കറണ്ട് കുറവായിരിക്കും. കൂടുതൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് കുറഞ്ഞ സമയം കൊണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ദാറ്റ് ഈസ് I is equal to NE ഡിവൈഡ് ബൈ T. ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്നൊക്കെ കണ്ടുപിടിച്ച പോലെ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് വാല്യൂ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെ വാല്യൂ ആ സമയത്ത് ഒഴുകുന്ന DQ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് വിത്തിൻ ദ ഇൻ്റർവൽ DT എങ്കിൽ ദ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് I is equal to എന്ത് പറയുക? DQ ബൈ DT. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ത്രൂ എനി ക്രോസ് സെക്ഷൻ, എനി കണ്ടക്ടർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. ഒരു സെക്കൻഡിൽ എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നു? ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോ. I is equal to Q ബൈ T റിലേഷൻ. ഇനി ഒരു ചാർജിൻ്റെ വില അറിയാം, എത്ര നമ്പർ ഓഫ് ചാർജ് അറിയാമെങ്കിൽ നമ്മൾ പ്ലസ് ഓർ മൈനസ് NE ഡിവൈഡഡ് ബൈ T. അപ്പോൾ ഇലക്ട്രോൺ ആയതുകൊണ്ട് എന്ന് ഞാൻ കൺസിഡർ ചെയ്യാം. നമ്മൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കൂടുതൽ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഇലക്ട്രിക് ചാർജ് ഓർ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാൻ കാരണം. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ആണെങ്കിൽ I is equal to DQ ബൈ DT. എന്താണ് കറണ്ടിൻ്റെ യൂണിറ്റ് വരിക? കറണ്ട് I is equal to Q ബൈ Tയിൽ Q എന്ന് പറയുന്നത് ചാർജ് കൂളം. ഓക്കെ, ദെൻ ടൈം സെക്കൻഡ്. ഓക്കെ, കൂളം ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. C ക്യാപിറ്റൽ ലെറ്റർ, സോറി C സ്മോൾ ലെറ്റർ അയക്കണം, നെയിം ഓഫ് ദി യൂണിറ്റ്, സിമ്പിൾ ക്യാപിറ്റൽ C. സെക്കൻഡ് അല്ലാത്തൊരു യൂണിറ്റാണ്, അപ്പോൾ S ക്യാപിറ്റൽ ആയാലും കുഴപ്പമില്ല, സിമ്പിൾ സ്മോൾ ലെറ്റർ S ആയിരിക്കും. കൂളം പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംബിയർ. ആംബിയറും സയൻറ്റിസ്റ്റിൻ്റെ നെയിമാണ്. ഈ ഇലക്ട്രിക് കറണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ കേട്ടിട്ടുണ്ട്. ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ആര്? ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ആംബിയർ. A is the symbol, is equal to കൂളം പെർ സെക്കൻഡ്. ആംബിയർ എന്ന് പറയുന്ന യൂണിറ്റ് കണ്ടുപിടിക്കാൻ 1 കൂളം ഡിവൈഡ് ബൈ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ 1 കൂളം ചാർജ് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആംബിയർ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ, ഇതൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ ഡയമെൻഷൻ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ഡയമെൻഷൻ എന്ത് മാത്രമേ ഉള്ളൂ? ഏതന്നെയാണെന്ത് ഡയമെൻഷൻ. ഇപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ മനസ്സിലാക്കി. ഇലക്ട്രിക് കറണ്ട് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ മീൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഫ്ലോസ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. Total magnitude of charge divided by total time of flow, that's equal to current. That means we can define the rate of flow of charges through any cross section of a conductor is called as electric current or the flow of current. Clear?
ഒരു സെക്കൻഡിൽ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഒഴുകുന്നുണ്ടോ അതാണ് ആ ക്രോസ് സെക്ഷണൽ ഏരിയയിലെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് കറണ്ട് I is equal to Q/T. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എത്ര എമൗണ്ട് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് I is equal to Q/T. ഓക്കെ, ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ, കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതേപോലെ ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ പരിഗണിക്കും? അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മെറ്റാലിക് വയർ, അതിൻ്റെ രണ്ട് എൻഡിൽ ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ സെൽ ഓർ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അത് എത്രമാത്രം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ അതിനനുസരിച്ചാണ് ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാവുക. പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവിലേക്കും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കും മൂവ് ചെയ്യും. ആ മൂവ്മെൻറ്റിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രിക് കറണ്ട് ഫ്ലോ. അത് ഒരു സെക്ഷനിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ എത്ര എമൗണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണെന്ത് I is equal to Q/T എന്ന് പറയുന്ന റിലേഷൻ. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുത്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളപ്പോൾ ചാർജ് ഫ്ലോ ചെയ്യും. ചാർജ് ഫ്ലോ ചെയ്യുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ കുറയും. ദ ചാർജ് ഫ്ലോസ് ത്രൂ ദിസ് കണ്ടക്ടർ അപ് ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 0. എപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞ് 0 ആകുന്നു അത്രയും കാലം ചാർജ് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചാർജ് ഫ്ലോയിൽ ഉണ്ടാക്കപ്പെടുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പരിഗണിക്കുന്നത് പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ആയിട്ട് പരിഗണിക്കുക. ക്ലിയർ? ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഫ്രം വൺ ടെർമിനൽ ടു അനദർ or the direction of current flow from one point to another through any conductor is taken as the direction of flow of positive charge. Here the positive charge flow from the positive terminal to the negative terminal. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ അതേ ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ മെറ്റാലിക് കണ്ടക്ടറിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾക്കിങ്ങനെ ആരോ ഹെഡായിട്ട് ഇങ്ങനെ കൊടുക്കാം, ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ്. ദാറ്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ടും ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജും സെയിമാണ്. അല്ലെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ് ഈസ് ടേക്കൺ ആസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ നേരെ തിരിച്ചാണ്. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോണും ആ ഇലക്ട്രോൺ ഫ്ലോയിൽ ഉണ്ടാക്കപ്പെടുന്ന കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാം. ഇലക്ട്രോൺ എങ്ങോട്ട് ഒഴുകുന്നു അതിന് നേരെ എതിരായിട്ടാണ് നമുക്ക് എന്ത് കാണിക്കേണ്ടത്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ഇപ്പോൾ ചില സർക്യൂട്ടിൽ ഇലക്ട്രോൺ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടക്ടിങ് വയറിൽ ഇലക്ട്രോൺ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുന്നു, ടുവേഴ്സ് ദ റൈറ്റ്. എങ്കിൽ ഇതിൽ കറണ്ട് ഫ്ലോ എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇലക്ട്രോൺ എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നോ അതിന് നേരെ എതിർ ഡയറക്ഷനിലായിരിക്കണം എന്ത്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ ആരുണ്ട്? ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്. ഇവിടെ ആരുണ്ട്? ഒരു നെഗറ്റീവ് ടെർമിനലുണ്ട്. പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് എന്ത്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ക്ലിയർ? അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഈസ് സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. The direction of current flow is always opposite to the direction of flow of electron. ഇപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മനസ്സിലാക്കി. ഇത് ഇലക്ട്രിക് കറണ്ടിൻ്റെ മൂല്യം കണ്ടുപിടിക്കുന്ന റിലേഷൻ. ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷൻ ഈസ് ഓൾവേസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ഓർ സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഞാൻ പറയുകയാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇലക്ട്രിക് കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഇത്തരത്തിലുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സാധാരണ നമ്മൾ വിളിക്കാറുള്ളത് എന്നാ? വെക്റ്റേഴ്സ്, അല്ലേ? അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ സ്കേലാർ ക്വാണ്ടിറ്റി എന്നും, ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും അതോടൊപ്പം ഡയറക്ഷനും, എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, മൂല്യം എന്തായാലും ഉണ്ടാവില്ല, എന്നാലും അതിന് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ ചിലതിന് അതിന് ഡയറക്ഷൻ കൂടി പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ആൻസർ അല്ലെ ആശയം കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സ്കേലാർ എന്നും ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വെക്റ്റേഴ്സ് എന്നും നമ്മൾ വിളിക്കും. ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡുണ്ട്, ഇലക്ട്രിക് കറണ്ടിന് ഡയറക്ഷനുണ്ട്.
പക്ഷേ ഇലക്ട്രിക് കറണ്ട് എന്തല്ല, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ ഓപ്പറേഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ ഓപ്പറേഷൻ അല്ലേ. രണ്ട് വെക്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഒരു സ്പെസിഫിക് ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ അത് രണ്ടും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പുതിയ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ലോസ് എപ്പോഴും, ലോസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, വെക്റ്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ. അപ്പോൾ വെക്റ്റേഴ്സിൻ്റെ നമ്പർ അനുസരിച്ച് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ ഓപ്പറേഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ ഓപ്പറേഷൻ, പോളിഗൺ ലോ ഓഫ് വെക്റ്റർ ഓപ്പറേഷൻ, വെക്റ്റർ അഡീഷൻ, സബ്ട്രാക്ഷനിലെല്ലാം നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതാണ്. ആ വെക്റ്റർ ക്വാണ്ടിറ്റി വെക്റ്റർ നിയമങ്ങളെല്ലാം ഒബേ ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ രണ്ട് ഫോഴ്സ് അവർ പെർട്ടിക്കുലർ ആംഗിളിൽ ആക്ട് ചെയ്യുന്നെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക റൂട്ട് ഓഫ് പി സ്ക്വയർ ക്യൂ സ്ക്വയറിൽ അടിച്ച് കഴിഞ്ഞ സംഭവം കിട്ടണം. പക്ഷേ കറണ്ടിൻ്റെ കേസിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിലും കറണ്ട് ഈ നിയമങ്ങൾ ഒബേ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ ഓപ്പറേഷൻ പ്രകാരം രണ്ട് കറണ്ട് I1 I2 എന്നൊക്കെ എടുത്തതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും കറണ്ടിൻ്റെ റിസൾട്ടൻറ്റ് കറണ്ടിൻ്റെ വാല്യൂവും നമുക്ക് കിട്ടുന്ന വാല്യൂവും പ്രാക്ടിക്കലി കിട്ടുന്ന വാല്യൂവും രണ്ടും രണ്ടായിരിക്കും. അപ്പോൾ വെക്റ്റർ ലോസ് ഒബേ ചെയ്യാത്തത് കൊണ്ട് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്റ്റർ അല്ല. ഇപ്പോൾ പോയിൻ്റ് ഇതാണ്, കറണ്ട് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബട്ട് ദ ഇലക്ട്രിക് കറണ്ട് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വൈ? എന്ത് ആൻസർ ചെയ്യും? Current has both magnitude and direction, but current is not a vector because electric current does not obey the vector rules. വെക്റ്റർ നിയമങ്ങൾ അനുസരിക്കാത്തതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, കാരണം ഇലക്ട്രിക് കറണ്ട് ഡസ് നോട്ട് ഒബേ ദ വെക്റ്റർ റൂൾസ്. നമ്മളൊരു പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൂടി പരിചയപ്പെടുകയാണ്. കുറച്ച് സിമ്പിളായിട്ടുള്ള, അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് മനസ്സിലായി. ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ, ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കറണ്ട്. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് എ കണ്ടക്ടർ, എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. ദെൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു സിലിണ്ട്രിക്കൽ വയറാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കുലർ സെക്ഷൻ ഉണ്ടാകും. കട്ടി കൂടിയ വയറാണെങ്കിൽ കട്ടി കൂടിയ ഏരിയ ആയിരിക്കും, റേഡിയസ് കൂടും. കട്ടി കുറവാണെങ്കിൽ റേഡിയസ് കുറയും. ഓക്കെ, അപ്പോൾ ഒരു കട്ടി കൂടിയ ഭാഗത്ത് നിന്ന് കട്ടി കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. എന്നുവെച്ചാൽ കറണ്ട് വാല്യൂ സെയിം ആയിരിക്കും. പക്ഷേ ഏരിയ കൂടുതലാണെങ്കിൽ ആ വലിയൊരു ഏരിയയിലൂടെയാണ് അത്രയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. ഏരിയ കുറവാണെങ്കിൽ അതേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് കുറഞ്ഞ സ്ഥലത്തൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന വാല്യൂ, കറണ്ട് ഡെൻസിറ്റിയുടെ സിമ്പിൾ J ആണ്. കറണ്ട് ഡെൻസിറ്റി J എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോസ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോയെ ആ ക്രോസ് സെക്ഷണൽ ഏരിയ, ഈ ഒരു സെക്ഷൻ ഏരിയ πr² വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഏരിയ കിട്ടും. എപ്പോഴും πr² ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള സെക്ഷൻ ആണെങ്കിൽ നമ്മൾ L/B വാല്യൂ എടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണോ ആ ഏരിയ വാല്യൂ, ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ ഒരു സെക്ഷൻ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലൂടെ ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ ഫ്ലോ ചെയ്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ടിൻ്റെ വാല്യൂ കിട്ടും. That is called current density, that is J is equal to total magnitude of current divided by total area of cross section. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി നമ്മൾ വ്യത്യാസം ക്ലിയർ അല്ലേ? കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് സെക്ഷനിലൂടെ, ഓക്കെ, ഒരു പോയിൻ്റ് നമ്മളിവിടെ എടുക്കുന്നത്, ആ ക്രോസ് സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജ് മാഗ്നിറ്റ്യൂഡാണ് കറണ്ട്. ദെൻ അവിടെ നമ്മൾ ആ സെക്ഷൻ ഏരിയ, ഒരു യൂണിറ്റ് സെക്ഷൻ ഏരിയ ഉണ്ടെങ്കിൽ എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോ ആ ഒരു യൂണിറ്റ് സെക്ഷൻ ഏരിയയിലൂടെ ഫ്ലോ ചെയ്തു, ദാറ്റ് ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഫ്ലോസ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി J ഈസ് ഈക്വൽ ടു I/A. കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ത് വരും? ആംപിയർ പെർ
meter square, that is equal to ampere meter square inverse. Okay. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ഓർ ആംബിയർ മീറ്റർ സ്ക്വയർ ഇൻവേഴ്സ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്ലിയർ? കറണ്ട് മീൻസ് magnitude of charge flows per unit time through any cross section area of a conductor. ഏത് ഭാഗത്തൂടെ ഒഴുകുന്നതായാലും കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഫ്ലോസ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അങ്ങനെ ഒഴുകിയ ചാർജ്, ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജിൻ്റെ വാല്യൂ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ എത്ര ഒഴുകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ജെ, കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ കട്ടി കൂടിയ വയറാകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും, കറണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ കുറയും. കട്ടി കുറഞ്ഞ വയറാകുമ്പോൾ അതേ കറണ്ടാണെങ്കിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ കറണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അതായത് കറണ്ട് സെയിം ആണെങ്കിലും തിക്നെസ് ഓഫ് ദ കണ്ടക്റ്റിംഗ് വയർ വ്യത്യാസം ഉണ്ടെങ്കിൽ കറണ്ട് ഡെൻസിറ്റിയിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ തന്നെ രണ്ട് തരത്തിലുണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാം. എന്താ? സ്റ്റഡി ഫ്ലോ ഓഫ് ചാർജ് ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഈ ഒരു കണ്ടക്റ്റിംഗ് വയറിലൂടെ ഒഴുകുന്ന ഒരേ മാഗ്നിറ്റ്യൂഡ് ചാർജ് ആയിരിക്കും. അതായത് ആദ്യം 10 കൂളം പോയി, കുറച്ച് സമയം കഴിയുമ്പോൾ അത് 9 കൂളമാകുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ 8 കൂളമാകുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞതിന് ശേഷം അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അനുസരിച്ച് ആ ഫ്ലോ ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജിൻ്റെ വാല്യൂ ഒരു സ്റ്റഡി ആയിരിക്കും. അപ്പോൾ കറണ്ട് വാല്യൂ സ്റ്റഡിയാണ്, അതാണ് ഡി സി കറണ്ട്. ഇനി സ്റ്റഡി അല്ലാത്ത കറണ്ട് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയി ടൈമിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ വാല്യൂ ഹയർ വാല്യൂ വരും, വീണ്ടും കുറഞ്ഞ് ലോവർ വാല്യൂ വരും, നെഗറ്റീവ് വരും, ഓക്കെ, പൊളാരിറ്റി മാറും. അങ്ങനെ ഒരു അൺസ്റ്റഡി ആയിട്ടുള്ള ഫ്ലോ ആ സംഭവിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ എ സി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു സോഴ്സാണ് കൊടുത്തെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും. സ്റ്റഡി ചാർജ് ഫ്ലോ ചെയ്യും, ഒരു സെക്കൻഡിലെ ചാർജ് മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റഡി കറണ്ട് ഫ്ലോ എന്ന് വിളിക്കാം.